So this video is about what I ate on my flight to Kochi to Dubai. സോ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ മൂവി വെച്ചു, ഞാൻ ഉറങ്ങിപ്പോയി. രണ്ടാമത്തെ മൂവി വെച്ചു, അപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മളുടെ ഫുഡ് വരാൻ ടൈം ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഫുഡ്. ഇതെല്ലാം ഞാൻ കഴിച്ചില്ല, എന്തൊക്കെയാണെന്ന് കാണിക്കാം. സോ ദിസ് ഈസ് എ വെജ് മീൽ. നമുക്ക് വെജ് റൈസ്, വെജിൻ്റെ കൂടെ ഞാനൊരു ആപ്പിൾ ജ്യൂസും കൂടി ഓർഡർ ചെയ്തു. പൊട്ടേറ്റോ കറി ആൻഡ് ഇതൊരു സാലഡായിരുന്നു. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണിത്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാർ പോലത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കിയതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറായിരുന്നു, അതുകൊണ്ട് ഞാനത് കഴിച്ചത് അവിടെ തന്നെ വെച്ചു. പിന്നെ ബ്രെഡിൻ ബട്ടർ ഫ്ലൈറ്റിൽ നല്ല ടേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പം തന്നെ അത് കുളമാവും. അതായത് ഫ്ലൈറ്റിലെ ടെമ്പറേച്ചർ തണുപ്പായത് കാരണം അത് പുറത്തേക്ക് വന്നില്ല കറക്റ്റായിട്ട്. അത് എങ്ങനെയൊക്കെയോ വന്നു. ഞാനത് പ്രിട്ടൻഡ് ചെയ്തു അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രിട്ടൻഡ് ചെയ്ത് നേരെ തേച്ചിട്ട് നമ്മൾ കഴിച്ചു നോക്കുക. നൈഫൊക്കെ യൂസ് ചെയ്യണമല്ലോ. എന്നിട്ട് കഴിക്കുന്നില്ല, കഴിക്കാൻ പോകുന്നു, കഴിച്ചു. ഓക്കെ, ഇറ്റ് വാസ് ഗുഡ്. നമ്മൾ പണ്ടത്തെ ബട്ടർ ആൻഡ് ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇഫ് ദാറ്റ് മേക്സ് എനി സെൻസ്. എന്നിട്ട് പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഒരു സാഫ്രോൺ ക്രീം വിത്ത് റെഡ് വെൽവെറ്റ് കേക്ക്, അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. ഞാൻ സ്വീറ്റ് പേഴ്സൺ അല്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ ഒരു കുറച്ച് ഭാഗം കഴിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്. ക്യാമറയൊക്കെ വെച്ചിട്ട് എൻ്റെ അപ്പുറത്തും രണ്ട് ആൻറ്റിമാരായിരുന്നു. സോ വുമൺ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ പാർട്ട്ണറായത് കാരണം അതിൻ്റെ എന്തോ സാധനമൊക്കെ ഉണ്ടായിരുന്നു ആ ഡെസേർട്ടിൽ. പിന്നെ ഇത് കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ നമുക്ക് കിട്ടിയതാണ്. അതൊന്നും ഞാൻ കഴിച്ചില്ല, അത് ഞാനെടുത്ത് ബാഗിലിട്ടു. ഇതൊരു ലഡ്ഡു ആയിരുന്നു, ദീപാവലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നത്. അതും ഞാൻ കഴിച്ചില്ല, ബിക്കോസ് ഇറ്റ് വാസ് സ്വീറ്റ്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. ദുബായ് എയർപോർട്ടാണിത്.